ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന് കക്കാടമ്പൽ റിസോർട്ടിൽ വന്ന വിശേഷങ്ങൾ അതിനല്ലേ. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷമാണ് കേട്ടോ, പാർട്ട് 2 ആണിത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നിലമ്പൂർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിലമ്പൂർ എത്തിയപ്പോൾ ഹോട്ടൽ തിരഞ്ഞ് ഞങ്ങൾ കുറേ നടന്നിട്ടോ. അങ്ങനെ ഒരു ഹോട്ടൽ കിട്ടി, ഒരു വീട് ഹോട്ടലാക്കിയതാണ് കേട്ടോ. നല്ല ആംബിയൻസ് ഇനി അടിപൊളി. പക്ഷെ അവിടുത്തെ ഫുഡ് രസമുണ്ടെങ്കിലും ഭയങ്കര റേറ്റ് ആയിന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പെൻസ് ആയിരുന്നു. പിന്നെ അളിയൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതിന്. പിന്നെ എല്ലാ ഭാഗത്തു നിന്നും ട്രോളാണല്ലോ. അങ്ങനെ അതാ ഞങ്ങൾ പിന്നെ ഭയങ്കര തിരക്കായിന് കേട്ടോ. അവിടെ സ്പേസ് ഇല്ല ഇനി ഇരിക്കാൻ. അങ്ങനെ ഞങ്ങൾക്ക് കുറേ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ വലിയൊരു ഹോൾ തന്നെ കിട്ടണം. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ ഒരു ടേബിളൊക്കെ സെറ്റാക്കി തരാറിന്. ഞങ്ങൾ 10-20 ആൾക്കാരുണ്ടല്ലോ. അപ്പം ഓലേതായാലും ആ വരാന്ത പോലത്തെ ഒരു സ്ഥലത്ത് ടേബിളൊക്കെ ഇട്ട് ചെയറൊക്കെ സെറ്റാക്കി തന്നു കേട്ടോ. പഴയ കാലത്തൊരു വീടാണ് കേട്ടോ. നടുമുറ്റമൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് അതിന് കാണാൻ. പിന്നെന്താ, ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ എല്ലാവർക്കും. കാരണം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലേ, എനിക്ക് തോന്നുന്നു ഒരു 8 മണി 8:30 ഒക്കെ ആയപ്പോൾ കഴിച്ചാണ്. പിന്നെ നമ്മൾ അതിൻ്റെ അടുക്കൊന്നും ചെറിയ ചെറിയ എന്തെങ്കിലും കടയിൽ നിന്നൊക്കെ സ്നാക്സും കാര്യമൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ട് എത്തിയില്ല. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അങ്ങനെ നാടൻ ഫുഡ് തന്നെ കേട്ടോ എല്ലാവരും വിചാരിച്ചത്. ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നത് എവിടേക്കാന്ന് വെച്ചാൽ, നമ്മളെ ഇപ്പം വൈറലായിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, മുന്തിരിപ്പാടം, അത് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നമ്മൾ പോകുന്നത് ഗൂഡല്ലൂർ വഴിയാണ്. ഗൂഡല്ലൂർ വഴിയാണ് പോകുന്നത്. അപ്പം നമ്മൾ ഫോറസ്റ്റൊക്കെ കടന്നാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ കാണിക്കാനുണ്ട് കേട്ടോ. പിന്നെ ഈ മുന്തിരിപ്പാടം നമ്മൾ പോയത് ഇത് സ്റ്റാർട്ടിങ് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ കുറച്ച് ലേറ്റ് ആണെന്ന് വെച്ചാൽ അതിൻ്റെ മുമ്പൊക്കെ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര നേരം വൈകിയത്. പിന്നെ എനിക്ക് ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെയാണ് ഞാൻ എഡിറ്റിങ് ചെയ്യുന്നത് കേട്ടോ. മക്കളെ എക്സാമും കാര്യമൊക്കെ ആയതുകൊണ്ട് ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ ഇങ്ങനെ എന്താ ലേറ്റ് ആയെന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ ഞങ്ങളിപ്പോൾ എവിടെ എത്തിയെന്നറിയോ, ഞങ്ങൾ ഗൂഡല്ലൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൂഡല്ലൂർ എത്തിയപ്പോൾ നല്ല അടിപൊളി ചിപ്സ് കേട്ടോ. ജാബി വാങ്ങിയതാണ്, നല്ല ടേസ്റ്റ് ഉള്ളൂ. ഇതിൻ്റെ മുമ്പ് ഇവിടെ വന്നപ്പോൾ അവിടുന്ന് വാങ്ങിനു എന്ന് പറഞ്ഞ് നല്ലൊരു ഞുരിഞ്ഞൊരു ചിപ്സ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. തിന്നാലിങ്ങനെ നമുക്ക് വീണ്ടും വീണ്ടും തിന്നാൻ തോന്നും. ഞാൻ ഇതുവരെ കഴിച്ചില്ല കേട്ടോ ഇങ്ങനെ ഒരു ചിപ്സ്. സാധാരണ എന്തെങ്കിലും കഴിച്ചാൽ അപ്പം തന്നെ മടുക്കലുണ്ട്, പക്ഷെ ഇത് മടുക്കുന്നില്ല ഗെയ്സ്. നല്ല ടേസ്റ്റ് ഉള്ളത് എന്താണെന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇപ്പം ഞങ്ങൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, നേരെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഗുണ്ടൽപേട്ട പോയി മുന്തിരിപ്പാടവും ഫോറസ്റ്റ് ഇതൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നുള്ളതായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇതൊക്കെ പ്ലാനിങ് ഒക്കെ തെറ്റി. ഞങ്ങൾ ഗൂഡല്ലൂർ എത്തിയപ്പോഴേക്കന്നെ എല്ലാവരും സൈഡായി. അപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്ന ഒരു റൂം എടുത്തിട്ട് അവിടെ സ്റ്റേ ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു കേട്ടോ. അവിടെ നിന്നുള്ള വിശേഷമൊന്നും എടുത്തില്ല. അന്ന് രാത്രി ഞങ്ങൾ നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും ഒരു റൂമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് എന്താ പറയുക, പിന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പോലീസ് കള്ളന് തത്തമൈനൊക്കെ ഇല്ലേ, അതൊക്കെ നല്ല രസമുണ്ടായിട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേസ്. ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നു. കാരണം എന്താ പറയുക, ആ ഹാപ്പി മൊമെൻ്റ് ഇതിൽ കാണണ്ടേനി. അങ്ങനെ ഞങ്ങൾ നേരത്തെ എണീറ്റ് വേഗം തന്നെ പോയിട്ടോ ഫോറസ്റ്റ് കിടക്കണം. അപ്പോൾ ഫോറസ്റ്റിൽ രാവിലെ തന്നെ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു രാവിലെ പോവുകയാണെങ്കിൽ ആനിമൽസിനൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് കേട്ടോ. ഞങ്ങൾ പോകുമ്പം കുറേ ആനക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു, മയിൽ, അതേപോലെ എന്നും കാണുന്ന തന്നെ മാനുകൾ. പിന്നെ പുതിയ ഏതെങ്കിലും ആനിമൽസിനെ കണ്ടോയെന്ന് ചോദിച്ചല്ല കേട്ടോ, എന്നും കാണുന്നത് തന്നെയാണ്. എന്നാലും ഇത് മക്കളൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകമാണല്ലോ അവർ. പിന്നെ മൃഗങ്ങളെങ്ങനെ ലൈവായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അത് രസം തന്നെയാണ്. സൂവിലൊക്കെ പോയി കണ്ടാൽ എന്തോ ജീവില്ലാത്ത മൃഗങ്ങളെ പോലെയാണ് കേട്ടോ അവർ നിൽക്കുക. കാരണം ഞങ്ങൾ മൈസൂർ സൂവിൽ പോയാന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് പോയതിന് ശേഷം ഞാൻ വിചാരിച്ചിരുന്നു ഇനി അങ്ങോട്ട് പോയത്. കാരണം ഒറ്റ ആനിമൽസിനും ജീവില്ല കേട്ടോ. ഇങ്ങനെ എന്തെയോ മന്ത് പിടിച്ച് കിടക്കുന്ന മാതിരി. ഇത് നല്ല ലൈവായിട്ട് കാണുകയല്ലേ, നല്ല രസമാണ് കേട്ടോ. പിന്നെ അതാ പോകുന്ന വൈക്കൽ
ഒക്കെ പീക്കോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പീക്കോക്കിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ മാന് അതന്നെയാണ് കേട്ടോ കാണാൻ. പോയവർക്കറിയാം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ ഇതിൽ 2ാം വട്ടം കേട്ടോ വരുന്നത്. ഇതിൻ്റെ അടുക്ക് ഇക്ക നാട്ടിലുള്ള സമയത്ത്, ഹസ്ബൻഡ് നാട്ടിലുള്ള സമയത്ത് അങ്ങനെ ഫ്രണ്ട്സ് അങ്ങനെ ഒന്നിച്ച് വന്നിട്ടുണ്ടായിനെ. പിന്നെ നമ്മളെ കൂട്ടത്തിൽ കാണാത്തവരും ഉണ്ട്. മൂത്തമ്മ, അമ്മയൊന്നും കണ്ടില്ല കേട്ടോ. ഉമ്മ കണ്ടിട്ടില്ല. ഉമ്മ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. ഇവിടെ ഈ പിന്നെ കർണാടക ഈ ഗൂഡല്ലൂരല്ലേ ഈ ഒരു ഫോറസ്റ്റ്, ഇതിൻ്റെ പേര് മറന്നു. ഈ ഫോറസ്റ്റിൻ്റെ പേര് എന്തോന്നുണ്ടായിരുന്നു, നീലഗിരി ആണെന്ന് തോന്നില്ലേ, ഇന്നോട് മറന്നുപോയി. എന്നോ എടുത്ത വീഡിയോ ആണല്ലോ. അങ്ങനെ ഞങ്ങൾ ഗുണ്ടൽപേട്ട എത്തിയിട്ടോ. ഗുണ്ടൽപേട്ട കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് മുന്തിരിപ്പാട്. അപ്പോൾ എല്ലാവരും പോയി വിസിറ്റ് ചെയ്ത് കണ്ട് വന്നിരിക്കുന്നവരായിരിക്കുമല്ലേ. നമ്മൾ ഫസ്റ്റ് ടോൾ ഗേറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു പിന്നെ മുന്തിരിപ്പാടം വരുന്നത്. അപ്പോൾ നമുക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു എൻട്രി ഫീ കൊണ്ടും ഉണ്ട് കേട്ടോ. 25 രൂപയാണ് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ്. അങ്ങനെ ഞാൻ വിചാരിക്കുക അവർ മുന്തിരി വിറ്റ് പോകുന്നേക്കാളും പൈസ എന്തായാലും ഇങ്ങനെ ഒരു പിന്നെ ഐഡിയ വെച്ചുകൊണ്ട് അവർക്ക് നന്നായിട്ട് തന്നെ പിന്നെ ലാഭം കിട്ടിയിട്ടുണ്ട്. അത്രയും ആൾക്കാരാണ് കേട്ടോ വരുന്നത്. മെനിഞ്ഞാന്ന് ഞങ്ങൾ പോയതിൻ്റെ തലേന്നൊക്കെ ഇവിടെ ക്ലോസ് ആയിരുന്നു കേട്ടോ. കാരണം അത്രയും ആൾക്കാർ വന്നിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ ക്ലോസ് ചെയ്തിട്ടതായിരുന്നു. പിന്നെ ഇപ്പോൾ അതാ വീണ്ടും അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വന്ന സമയം എന്ന് പറയുകയാണെങ്കിൽ രാവിലെ 10 മണി ആയപ്പോഴേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർ വല്ലാതല്ല കേട്ടോ. പിന്നെ 10 മണി കഴിഞ്ഞാലാണ് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പോകുന്നവരുണ്ടെങ്കിൽ കുറച്ച് മുമ്പായിട്ട് പോകുന്നതായിരിക്കും, അതായത് രാവിലെ ആ സമയത്ത് എത്തുന്നതായിരിക്കും നല്ലത്. പിന്നെ മുന്തിരികളൊക്കെ ഇങ്ങനെ പഴുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. പച്ചാണ് കൂടുതലുള്ളത്. പിന്നെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ തൊട്ട് അതിൽ നിന്ന് എടുത്ത് കഴിക്കരുതെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഓല് മരുന്നടിക്കുന്നതാണല്ലോ, കൂടുതലും അത് കഴിക്കാതിരിക്കണതാണ് ബെറ്റർ. നമ്മൾ എന്ത് കണ്ട മലയാളികൾ സ്വതവേ എന്ത് കണ്ടാലും ഒന്ന് തൊട്ട് വെക്കും, എടുത്തു വെക്കും, അങ്ങനത്തെ ഒരു സ്വഭാവമാണല്ലോ. പക്ഷെ ഞങ്ങളൊന്നും ചെയ്തില്ല കേട്ടോ. എനിക്കെന്തോ പേടി, അതിലൊക്കെ മരുന്നടിച്ച് നമ്മൾ ലൈവ് കാണുന്നുണ്ടല്ലോ, അപ്പോൾ കഴിക്കാനൊക്കെ എന്തോ പേടി ഉണ്ടായിരുന്നു. എന്തായാലും മുന്തിരിയിൽ ഏറ്റവും അധികം വിഷമടിക്കുന്നത് മുന്തിരിയിലാണെന്ന് പറയും, ഫ്രൂട്ട്സ് ഐറ്റംസിൽ. അപ്പോൾ അത്രയും വിഷാംശമുള്ള സാധനമാണ് മുന്തിരി അല്ലേ. അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങി. തൊട്ട ബേക്ക് തന്നെ ചെട്ടിപ്പൂവില്ലേ, ജമന്തി എന്നാന്ന് തോന്നില്ല അതിന് പറയാം, അതിൻ്റെ ഒരു തോട്ടം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി കുറേ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ടോ. നല്ല രസമുണ്ട്. ഇതിപ്പോൾ ഓണത്തിനോടനുബന്ധിച്ചുണ്ടായതാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല, ഓണം വരെയൊക്കെ ഇത് കയറ്റി അയക്കാനുള്ളതാണല്ലോ. അങ്ങനെ കുറേ റീൽസും ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടോ. മതി വരുവോളം ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തർ. അങ്ങനെ എൻ്റെ കുറേ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും റീലൊക്കെ. ഞാൻ റീലായി പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ ഇക്ക ഇതിലില്ല കേട്ടോ. ഇക്ക തലേന്ന് പോയല്ലോ, തിരിച്ച് സൗദിക്ക് പോയി. ആ ഒരു ഇതൊക്കെ ഉണ്ട് ഉള്ളിൽ, ഇക്കാവും കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരിത്. എനിക്കാണെങ്കിൽ കുറച്ച് ദിവസം ജലദോഷമൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ സൗണ്ടിന് കുറച്ച് ചേഞ്ച്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി ഞങ്ങൾ പോകുന്ന വഴിക്കിൽ ഇതുപോലെ സൂര്യകാന്തി പാടവും പിന്നെ വേറെ കുറേ ചെടിത്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊക്കെ കയറി അങ്ങനെ. പിന്നെ ഇത് മാങ്ങ കേട്ടോ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു മാങ്ങ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കുറേ കഴിച്ച്. പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ വിശേഷങ്ങളൊന്നും ഞങ്ങൾ എടുത്തില്ല. അങ്ങനെ തിരിച്ച് ഇനി വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ മുത്തങ്ങ ഫോറസ്റ്റ് കഴിയെ ഒരു ഹോട്ടൽ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ കയറി നല്ല നാടൻ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.